ഈശോയുടെ തിരുഹൃദയത്തിന് സ്വയം കാഴ്ചവെക്കുന്ന പ്രാർത്ഥന. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ ദൈവമേ, ഈ പുതിയ സുപ്രഭാതത്തിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. ഈ ദിവസം എനിക്ക് തന്നതിനെ ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഈ പുതിയ ദിവസത്തിൽ എന്നെയും നീ ഒന്ന് പുതുക്കണമേ. ഇന്നലെ ഞാൻ ചെയ്തു പോയ അനേകം തെറ്റുകൾ എന്നോട് നീ ക്ഷമിക്കണമേ. നിൻ്റെ വഴിയിൽ കൂടി നടക്കുവാൻ ഞാൻ ഒന്നുകൂടി പരിശ്രമിക്കട്ടെ. എനിക്ക് തനിയെ നടക്കുവാൻ കഴിവില്ല. അതിനാൽ എൻ്റെ ദൈവമേ, നീ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു കൊള്ളണമേ. അങ്ങനെ ഞാൻ നിന്നിൽ, നിൻ്റെ കൂടെ, നിനക്ക് വേണ്ടി നടക്കട്ടെ. ആമേനീശോ. പരിശുദ്ധാത്മാവിനോടുള്ള ജപം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരിക. അങ്ങേ വെളിവിൻ്റെ കതിർ ആകാശത്ത് നിന്ന് അയച്ചുകൊള്ളുക. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ, എഴുന്നള്ളി വരിക. എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമായ വിരുന്നേ, മധുരമായ തണുപ്പേ, അലച്ചിലിൻ സുഖമേ, ഉഷ്ണത്തിൻ തണുപ്പേ, കരച്ചിലിൻ സ്വൈര്യമേ, എഴുന്നള്ളി വരിക. എത്രയും നല്ല ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ നിറയ്ക്കുക. അങ്ങേ വെളിവ് കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ ഒന്നുമില്ല. അറപ്പുള്ളത് കഴുകുക, വാടിപ്പോയത് നനയ്ക്കുക, മുറിവേറ്റിരിക്കുന്നത് പൊറുപ്പിക്കുക, രോഗപ്പെട്ടത് സുഖപ്പെടുത്തുക, കടുപ്പമുള്ളത് മയപ്പെടുത്തുക, തണുപ്പുള്ളത് ചൂട് പിടിപ്പിക്കുക, പെരുവഴിയല്ലാതെ പോയത് നൽവഴിയെ തിരിക്കുക. അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ഭക്തി, ദൈവഭയം എന്നീ 7 വിശുദ്ധദാനങ്ങൾ നൽകുക. ഭാഗ്യമരണവും പുണ്യയോഗ്യതയും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക. ആമേനീശോ. പരിപൂർണനായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നെ പരിശുദ്ധനാക്കുവാൻ എഴുന്നള്ളി വരിക. തിരുസഭയ്ക്ക് അലങ്കാര കിരീടമായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, അതിൻ്റെ ശത്രുക്കളിൽ നിന്ന് അതിനെ കാത്തരുളണമേ. അജ്ഞാന അന്ധകാരത്തെ നീക്കുന്ന ജ്ഞാനസൂര്യനായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, അജ്ഞാന അന്ധകാരത്തെ നീക്കി ജ്ഞാനപ്രകാശമായ സത്യവേദം പരത്തിയരുളണമേ. ജപധാന്യം പുഷ്പിക്കുന്ന പൂങ്കാവനമായ പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനയുടെ അരൂപിയെ ഞങ്ങളിൽ ചിന്തണമേ. ധ്യാനത്തിനു കാരണമായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ധന്യാത്മാക്കളാക്കി അരുളണമേ. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. 2 കൊറിന്ത്യർ അധ്യായം 5:17 എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ ഈശോയെ, എന്നോടുള്ള നിൻ്റെ സ്നേഹം മൂലം നിനക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ദൈവസ്നേഹ അനുഭവം നീ എനിക്ക് തരേണമേ. മറ്റുള്ളവരെ മാനുഷികമായ ദൃഷ്ടിയിലൂടെ കാണാതെ നിൻ്റെ ദൃഷ്ടിയിലൂടെ കാണുവാനും നീ എനിക്ക് കൃപയേകണമേ. ഈശോയുടെ തിരുഹൃദയമേ, 2024 ഏപ്രിൽ മാസത്തെ 26-ാം ദിനവും ഉയർപ്പുകാലത്തിലെ 4-ാം വെള്ളിയും 3-ാമത്തെ മാർപ്പാപ്പയായ വിശുദ്ധ ക്ലീറ്റസ് പാപ്പായുടെ ദിനവുമായ ഇന്നേ ദിവസം, ഈ ദിവസത്തിൻ്റെ പ്രഭാതത്തിലെ ആദ്യ നിമിഷങ്ങളിൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉപകാരികൾ, ഞാൻ കണ്ടിട്ടുള്ളവർ, കാണാനിരിക്കുന്നവർ, എന്നോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ളവർ, ചോദിക്കാനിരിക്കുന്നവർ, ഭാവി തലമുറകൾ, പൂർവികർ, ശുദ്ധീകരണാത്മാക്കൾ, ഈ ലോകം മുഴുവനെയും, എൻ്റെ ജീവിതവും സ്വഭാവവും, ജീവിതത്തിലെ ഓരോ നിമിഷവും, ജീവിതാവസ്ഥ, ജീവിതാന്തസ്, ജീവിതമാർഗം, വാർദ്ധക്യം, മരണം, മരണനിമിഷം, പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ എന്നിവയെയും, ഈ വർഷം, മാസം, ആഴ്ച, ദിവസം, ഇതിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും എന്നിങ്ങനെ ദൈവകൃപയാൽ എനിക്ക് ലഭിച്ചിട്ടുള്ളതും ഇനി ലഭിക്കാനിരിക്കുന്നതുമായ എല്ലാറ്റിനെയും, പ്രത്യേകമായി ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എല്ലാ ഭാവി മാർപ്പാപ്പമാരെയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും അവരുടെ പ്രാർത്ഥനകളുടെയും സുഹൃതങ്ങളുടെയും അകമ്പടിയോടുകൂടെ എൻ്റെ നാമകേതു വിശുദ്ധയുടെയും ഇന്നത്തെ വിശുദ്ധനായ വിശുദ്ധ ക്ലീറ്റസ് പാപ്പായുടെയും പ്രത്യേക മധ്യസ്ഥതയോടെ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്കും ഈശോയുടെ തിരുഹൃദയത്തിലേക്കും ഞാൻ സമർപ്പിക്കുന്നു.
ഈശോയെ, അങ്ങേ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട എന്നെയും എനിക്കുള്ളവരെയും ഉള്ളവയെയും അവർക്കുള്ളവരെയും ഉള്ളവയെയും എല്ലാം അങ്ങ് കരുണാപൂർവം സ്വീകരിച്ച് അങ്ങേ കരുണാസമുദ്രത്തിൽ മുക്കിയെടുത്ത് ഗാഗുൽത്ത മലയിൽ അങ്ങ് ചിന്തിയ തിരുരക്തത്താൽ പൊതിഞ്ഞ് അങ്ങേ ദിവ്യ ആഭരണങ്ങളായ മുൾമുടിയാൽ വരഞ്ഞു കെട്ടി ആണികളാൽ ഉറപ്പിച്ച് സാത്താനെ തോൽപ്പിച്ച വിശുദ്ധ കുരിശിനാൽ മുദ്രവെച്ച് സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും പ്രത്യേകിച്ച് മിഖായേൽ, റഫായേൽ, ഗബ്രിയേൽ മാലാഖമാരുടെ കരവലയത്തിൽ ഒതുക്കി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ കരങ്ങളിലെടുത്ത് മാതാവിൻ്റെ ഉയർത്തിയ കരങ്ങൾക്ക് കീഴെ നിർത്തി അങ്ങേ തിരുവിലാവിലെ തിരുമുറിവിൽ സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ